ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു J&J കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന സെൻറ്റർ ക്ലിപ്പാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിൽ ചെയ്ത് കാണിച്ചിട്ടില്ലെന്ന് കുറേ പേര് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊന്ന് ചെയ്ത് കാണിക്കാമെന്ന് ഓർത്ത്, അറിയാത്തവർക്ക് വേണ്ടിയാണ് സെൻറ്റർ ക്ലിപ്പ് എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അതിൽ ഞാൻ വന്നിട്ട് B7000 അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതേപോലെ നെറ്റഡ് ഞാൻ പറഞ്ഞായിരുന്നു, അലിഗേറ്റർ ക്ലിപ്പിൻ്റെ അടിയിലൊക്കെ വെക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സെൻട്രൽ ക്ലിപ്പ് മനോഹരമാക്കി എടുക്കുക എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് കട്ട് ചെയ്ത് വെച്ച നെറ്റിൻ്റെ ഇതേപോലത്തെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, നന്നായി ടൈറ്റായിട്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കട്ട് ചെയ്യുക. ഇത് നന്നായി ഉറച്ചതിന് ശേഷം, അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പം തന്നെ ഇതേപോലെ സ്റ്റോണൊക്കെ വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടോ നോക്കുക. സ്റ്റോൺ വെക്കാനുള്ള ഗ്യാപ്പ് വേണ്ട എന്നാണെങ്കിൽ നമ്മൾ 4 ഇപ്പോൾ ഈ നെറ്റ് ഞാൻ ഇങ്ങനെ 2 ആയിട്ടാണ് 1 മീറ്റർ കൊടുക്കുന്നത്. അതിന് പകരം നിങ്ങൾ 2 എണ്ണം കാട്ടിൽ 2 എണ്ണം ആഡ് ചെയ്താൽ ഞാൻ ഇതേപോലത്തെ 4 എണ്ണ ഉള്ള ലൈനായിരിക്കും വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെൻറ്റർ ക്ലിപ്പിൽ ഫുള്ളായിട്ട് 4 എണ്ണത്തിൻ്റെ ഒരു ഷീറ്റ് തന്നെ ഒട്ടിക്കാൻ പറ്റും. അതല്ല എങ്കിൽ ഇതേപോലെ എന്തെങ്കിലും വർക്ക് ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല. നമുക്കപ്പോൾ സ്റ്റോൺ ലേസ് വെക്കാനുള്ള ഗ്യാപ്പ് 2 സൈഡിലും മെഷർ ചെയ്ത് വിട്ടതിന് ശേഷം വേണം ഒട്ടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റോൺസ്, ഈ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് പറക്കി ഇതിൻ്റെ മുകളിൽ ഗ്ലൂ B7000 ഒഴിച്ചിട്ട് വേണം ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം വന്നിട്ട് നമ്മൾ സ്റ്റോൺ ലേസ് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നതും കാണിക്കാം. അപ്പോൾ ഇതിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഗ്ലൂ തേക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോൺ ലേസ് ഇതേപോലെ മെഷർമെൻറ്റിൽ കൂടെ തന്നെ നന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. സൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വേണ്ട എന്നാണെങ്കിൽ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് നീളത്തിൽ തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ അത് കഴിഞ്ഞ് ഗ്ലൂ ഒന്നും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് ഉള്ളിലേക്കൊക്കെ മെൽറ്റായിട്ട് നമുക്ക് കാണത്തില്ല ഗ്ലൂ ഒട്ടിച്ചതാണെന്നൊന്നും. ഇത് പോരത്തുമില്ല, നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും. ഇതൊരു 24 hours കഴിഞ്ഞ് നിങ്ങൾ ക്ലിപ്പിൽ നന്നായിട്ട് മുറുക്കി ടൈറ്റ് ചെയ്ത് അടയ്ക്കാനും തുറക്കാനും ഒക്കെ ഉള്ള രീതിയിൽ പാകത്തിന് കിട്ടും. അതുവരെ തൊട്ടലിൽ ഉള്ളിൽ ഗ്ലൂ തേച്ച് കഴിഞ്ഞിട്ട് എല്ലാം നമ്മുടെ കൈയുടെ പാടൊക്കെ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.